1 2 3 4 5. ഈ 5 സെൽഫി തന്നെ ധാരാളം. ഹണി വേണ്ട. അയ്യോ, ആ സൈക്കിള് വെയിറ്റ് പ്ലേറ്റിലൊന്നും ഇടിക്കാതിരുന്നാ മതിയായിരുന്നു. രക്ഷപ്പെട്ടു. ഭാഗ്യം, ട്രെഡ്മില്ലിനൊന്നും പറ്റിയില്ലല്ലോ. ഹാവ്, എന്തായാലും എടാ, നന്നായി. ഇനി വാ തുറന്ന് പോകരുത്. അയ്യോ, ഹായ്, കണ്ടിട്ട് ഇതാണെന്ന് തോന്നുന്നു ജിംനേഷ്യം. ബെല്ലൊന്നടിച്ച് നോക്കാലോ. ഞാൻ അങ്ങോട്ട് ബെല്ലടിക്കാൻ തുടങ്ങിയത്. ബട്ട് യു ആർ സോ ക്യൂട്ട്. ഹലോ, ഐ എം ഹണി. ഇത് സോർദാർ പോപ്പട്ട് ആൻഡ് ഐ ആം ബണി. ആൻഡ് ഐ ആം സോറി. ഞാൻ അങ്ങോട്ട് ബെല്ലടിച്ചപ്പോ തന്നെ ഡോർ അങ്ങോട്ട് തുറന്നു. അതെ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തൂടെ? നിങ്ങൾ ആരാണ്, എവിടെ നിന്നാ വരുന്നത്? അയ്യോ, ഐ ആം സോറി. ഹലോ, ഐ ആം മോർ. പിന്നെ ഒരു കാര്യം, ഈ നോ മോർ, വൺസ് മോർ, ദിൽ മാംഗെ മോർ അങ്ങനെയുള്ള ചളി തമാശ ഒന്നും ദയവ് ചെയ്ത് ഇങ്ങോട്ട് അടിക്കല്ലേ. ശരി, ഇവിടെ എന്തിനാണ് വന്നത് അത് പറയൂ. അത് പിന്നെ ആക്ച്വലി ഞാൻ നിങ്ങളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാനൊരു പ്രശ്നം പറയാൻ വേണ്ടിട്ടാ വന്നത്. എന്നാ വരൂ, നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. ഇനി പറയ്, എന്താ നിങ്ങളുടെ പ്രോബ്ലം? ആക്ച്വലി എനിക്കൊരു ചേട്ടൻ കൂടി ഉണ്ട്. ഞാൻ മോറും ചേട്ടൻ വൺസ് മോറും ആണേ. ഞങ്ങളുടെ കാട്ടിലൊരു സിംഹമുണ്ട്. അവൻ എന്റെ ചേട്ടനെ ആക്ച്വലി ആ കാര്യം ഞാൻ അങ്ങോട്ട് തുടക്കം തൊട്ടേ പറയാം. അതായത് ഞാനും എന്റെ ചേട്ടനും ജനിച്ച സമയം ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് ദൂരെയുള്ള ഒരു ഗ്രാമത്തിലാ താമസിച്ചേ. ആ സമയത്തൊന്നും ആനയ്ക്ക് അങ്ങനെ കൊമ്പില്ലായിരുന്നു കേട്ടോ. മാത്രമല്ല ആട് മുട്ട തരുമായിരുന്നു. എന്നാ ശരി, അങ്ങനെ ആവട്ടെ. ഞാൻ അങ്ങോട്ട് തുടക്കം മുതലേ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞുതരാം. ഇന്നലെ ഞാൻ രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റപ്പോൾ കിളികളുടെ കളകള ആരവം കേട്ടു. അതേ സമയത്ത് തൊട്ടടുത്ത് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നേ. കൂടാതെ അങ്ങ് ദൂരെ അമ്പലത്തില് ശംഖും മുഴങ്ങി കേട്ടു. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് നേരെ കാര്യത്തിലേക്ക് വരാം. എന്നിട്ട് തുടക്കം മുതലേ അങ്ങ് പറയാം. സൺഡേ ഞാൻ അതിരാവിലെ എഴുന്നേറ്റപ്പോ എന്റെ ചേട്ടനെ വീട്ടിൽ കാണാനില്ലെന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഓർഡർ ചെയ്യാന്ന്. ഇയാളുടെ കാര്യം എന്താണെന്ന് വെച്ചാ പറ. എന്നാ പിന്നെ ശരി, ഞാൻ നേരെ കാര്യത്തിലോട്ട് വരാം. മാത്രമല്ല തുടക്കം തൊട്ട് പറയുകയും ചെയ്യാം. വേണ്ട, ഇനി തുടക്കം മുതൽ കേൾക്കാനുള്ള ത്രാണിയില്ല. ഒന്ന് മാത്രം പറ, ആ സിംഹം തന്റെ ചേട്ടനെ എന്താ ചെയ്തേ? ആക്ച്വലി എന്റെ ചേട്ടൻ വളരെ വലിയൊരു ക്ലാസിക്കൽ ഡാൻസർ ആണ്. കഴിഞ്ഞ മാസം കാട്ടിൽ വെച്ച് ചേട്ടൻ ഒരു വലിയ പ്രോഗ്രാം ഉണ്ടായിരുന്നേ. ഷോ അങ്ങോട്ട് നന്നായപ്പോൾ നല്ല റെസ്പോൺസും കിട്ടി. എല്ലാവർക്കും ഷോ അങ്ങോട്ട് വല്ലാണ്ട് ഇഷ്ടമായി. അതോടുകൂടി ഷോ ഹിറ്റായി. കൂടാതെ സിംഹത്തിന്റെ ചേട്ടന് ഡാൻസ് അങ്ങോട്ട് ഇഷ്ടമായി. ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ എന്തായിരുന്നു പ്രോബ്ലം? എന്റെ ഈശ്വര, പ്രോബ്ലം എന്തായിരുന്നു? അത് നിങ്ങൾക്ക് തുടക്കം മുതലേ പറഞ്ഞുതരാം. ആ സമയത്ത് നമ്മുടെ കാട്ടിലുണ്ടല്ലോ, കിളികൾ ചിലക്കുന്നതിന് പകരം പോം പോമെന്ന് ശബ്ദം ഉണ്ടാക്കും. പിന്നെ കുയില് കൂവില്ലേ, അതിന്റെ ശബ്ദവും പോം പോമെന്നായിരുന്നു. അയ്യോ വേണ്ട, നിങ്ങൾ കുറച്ചു മുമ്പ് നിർത്തിയില്ലേ? സിംഹത്തിന് നിങ്ങളുടെ ചേട്ടന്റെ ഡാൻസ് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? അവിടം തൊട്ട് പറഞ്ഞാ മതി. ഓക്കെ, ആയിക്കോട്ടെ. സിംഹത്തിന് ചേട്ടന്റെ ഡാൻസ് അങ്ങോട്ട് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് സിംഹം ചേട്ടൻ അങ്ങനെ എടുത്തോണ്ട് പോയി. ഇനി നീ എനിക്ക് വേണ്ടി മാത്രം ഡാൻസ് കളിച്ചാ മതി എന്നാ പറഞ്ഞ്. അതും എനിക്ക് ഇഷ്ടമുള്ളപ്പോ. ആ സിംഹമാണെങ്കിൽ എന്റെ ചേട്ടനെ എപ്പോഴും എടുത്തിട്ട് അങ്ങ് ഡാൻസ് കളിപ്പിക്കുമെന്നേ. ശരി, ഞങ്ങൾ തന്റെ കൂടെ കാട്ടിലേക്ക് വരാം. കൂടാതെ തന്റെ ചേട്ടനെ തീർച്ചയായും രക്ഷിക്കാം. എങ്കിൽ ശരി, വരൂ, നമുക്ക് തുടക്കം തൊട്ട് ശിക്ഷിക്കാം. അല്ല, അതായത് രക്ഷിക്കാം. അതിരിക്കട്ടെ, നിങ്ങൾ ഈ കാട്ടിൽ വന്നിട്ട് എത്ര നാളായി? അത് ഞാൻ നിങ്ങൾക്ക് തുടക്കം മുതലേ അങ്ങോട്ട് പറയാം. അന്ന് കാട്ടിലെ രാജാവ് സിംഹമായിരുന്നില്ല, ഒരു കഴുതയായിരുന്നേ. അതെ, ഇതിന് പറ്റിയ നല്ല ഒരു ഐഡിയ എന്റെ കയ്യിലുണ്ട്. വരൂ, വേഗം എന്നോടൊപ്പം നടന്നു വരൂന്നേ.
ഈ എരുമയുടെ പുറത്ത് കയറി സവാരി ചെയ്യാൻ തന്നെ വളരെ ഭയങ്കര റിസ്ക് ആണ്. ഡോണ്ട് ട്രൈ ഇറ്റ് അറ്റ് ഹോം. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. ഇതെന്താ ഈ ചുണ്ട് മാത്രം അനക്കുന്നേ? വലുതുണ്ടെങ്കിൽ വാ തുറന്ന് പറ. എടാ ഹണി, നമ്മള് തന്നെയല്ലേ ചെവിയിൽ പഞ്ഞു കുത്തി കയറ്റിയത്, അതെടുത്ത് കള. എന്റെ ഭഗവാനെ, നിങ്ങൾ അങ്ങോട്ട് ചെവിയിൽ പഞ്ഞു വെച്ചിരിക്കായിരുന്ന അപ്പൊ ഒന്നും കേട്ടില്ല അല്ലേ? എന്നാ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ട് ഞാൻ കാര്യം തുടക്കം മുതൽ പറഞ്ഞുതരാം. എന്തേ? അയ്യോ, എന്താ നിബന്ധന? ഞാൻ അങ്ങനെ പറയാതിരിക്കാൻ ശ്രമിക്കാം. ദേ നോക്കിയേ, ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നില്ലേ? അതിന്റെ അർത്ഥം തന്റെ ചേട്ടൻ ഇവിടെ അടുത്തെവിടെയോ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ശബ്ദം വരുന്നത് ആ ഭാഗത്തു നിന്നാണെന്നാ. കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടേ കർവർണനെ കാർവർണനെ. കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടേ കർവർണനെ കാർവർണനെ. തന്നെ നിനക്ക് നിനക്ക് താ. ഞാനൊരു അടിപൊളി ഡാൻസറാണ് തകതാ. ആഹാ, അതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടതും. എല്ലാ കാടുകളിലും ഞാൻ ലയൺ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ അവർക്കൊന്നും അറിയില്ലല്ലോ എന്റെ പേര് ടോമി എന്നാണെന്ന്. ഇങ്ങോട്ടല്ല പ്രഭോ, ദാ അങ്ങോട്ട് അങ്ങോട്ട്. നിനക്ക് നിനക്ക് ദിനിതാ. അധികാരം കൊണ്ട് നീ നേടുന്നതൊന്നും നിലനിൽക്കില്ല. തെറ്റുകളും ഒരുപാട് ചെയ്യുന്നില്ലേ? അങ്ങ് 50 കിലോമീറ്റർ അകലെ ഗ്രാമത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കുഞ്ഞ് കരയുകയാണെങ്കിൽ അപ്പൊ അമ്മ പറയും ഉറങ്ങാൻ, അല്ലെങ്കിൽ ഓടി വന്ന് പേടിപ്പിക്കും കുരങ്ങൻ. പ്രഭോ, എനിക്കുണ്ടായ പഴയ ഒരു അനുഭവം ഞാൻ പറയാം. ഒരു പ്രാവശ്യം ഞാൻ കാട്ടിക്കൂടെ പോകുമ്പോ പെട്ടെന്നൊരു സിംഹം എന്റെ മുന്നിലേക്ക് ചാടി വീണു. അപ്പൊ ഞാൻ ആ സിംഹത്തിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല, അലഞ്ഞു നടക്കല്ലേന്ന്. ഇതില് ഒന്നുമില്ലല്ലോ, ചേളി കോമഡി. നിനക്ക് നിനക്ക് തിനിതാ. നോക്കൂ സിംഹരാജൻ, ഞങ്ങളുടെ ഈ കാട് തുപ്പി വൃത്തികേടാക്കരുത്. ഞങ്ങൾ ഇവിടെ വൃത്തിയായി സൂക്ഷിക്കാറുള്ളതാണ്. നിന്നെ കാണുമ്പോൾ എനിക്ക് വേറൊരു ജോക്ക് ഓർമ്മ വരുന്നു. മോറിന്റെ പെർഫോമൻസ് കഴിയുമ്പോൾ തന്നെ എല്ലാവരും പറയും വൺസ് മോർ, വൺസ് മോർ, വൺസ് മോർ, വൺസ് മോർ. നിനക്ക് 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 തൂ. ഈ ജോക്കിനേക്കാൾ നല്ലത് എന്റെ ഡാൻസ് തന്നെയാ. ദേ നോക്കിയേ, തന്റെ ചേട്ടൻ. അത് നോക്കിയേ, സിംഹ അയാളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുകയാണ്. സിംഹരാജാവേ, വൺസ് മോറിനെ വെറുതെ വിടണം. ഞങ്ങൾ അവനെ രക്ഷിക്കാൻ വന്നതാണ്. ആയിക്കോട്ടെ, ഞാൻ അവനെ വെറുതെ വിടാം. എന്നിട്ട് നിന്നെ പിടിച്ചോളാം. പിടിക്കവനെ. അവരെ വെറുതെ വിടരുത്. എന്നെ പിടിക്കേ, ഞാനത് കാണട്ടെ. അവിടെയുണ്ട്, പിടിക്കവനെ. വലിയ കുറച്ച് വെള്ളം ഒഴിച്ച് മണ്ണ് കുഴച്ചെടുക്കാം. അയ്യോ, ഇതെന്താ പറ്റിയത്?
ദേ നോക്ക് സിംഹരാജൻ, അങ്ങ് ഈ കാടിന്റെ രാജാവാണ്. താങ്കൾ തന്നെ കാട്ടിലെ ജീവികളെ ബുദ്ധിമുട്ടിച്ചാൽ പിന്നെ താങ്കളെ ആരും ബഹുമാനിക്കില്ല. നിനക്ക് താ. ആഹാ, എന്തൊരു അടിപൊളി പഞ്ച് ഡയലോഗാണ് കാച്ചിയത്. നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഞാൻ എങ്ങനെ ഡാൻസ് കാണും? പറയൂ, ടെൽ മീ. ദാ നോക്കൂ, ഒരു കലാകാരൻ ഒരു കൂട്ടിനകത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ കാട്ടിൽ വലിയ വലിയ ഷോസ് ഒക്കെ നടത്തണം. അപ്പൊ നിങ്ങൾക്കും കാണാൻ കഴിയും, മറ്റുള്ളവർക്കും കാണാൻ കഴിയും. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്നാൽ ഓക്കെ, ഇന്ന് മുതൽ നീ സ്വതന്ത്രനാണ്. പക്ഷെ എല്ലാ ആഴ്ചയും നീ എനിക്ക് വേണ്ടി ഒരു മെഗാ ഷോ നടത്തേണ്ടി വരും. ഓക്കെ? എന്റെ ഭവൻ എനിക്ക് എന്റെ ചേട്ടനെ തിരിച്ചു കിട്ടി. ദാ മോറെ, ദാ ഞങ്ങളുടെ വാക്ക് പാലിച്ചു. നിനക്ക് നിന്റെ ചേട്ടനെ തിരിച്ചു കിട്ടി. പക്ഷെ നിങ്ങളെ എവിടെ വെച്ചാണ് കാണാതായത്? അത് ശരിയാണ്, എവിടെ വെച്ചാ കാണാതായത്? അത് ഞാൻ നിങ്ങൾക്ക് തുടക്കം മുതലേ അല്ലെങ്കിൽ വേണ്ട, ഇനി എന്താ ഞാൻ തുടക്കം മുതലേ പറയാം.